മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഞാൻ ആദ്യം പറഞ്ഞു കേട്ടോ, എൻ്റെ ഗുഡ് മോർണിംഗ് ആണ് അവിടെ എത്തിയത്. അമ്മ ഇന്ന് രാവിലെ മുതൽ ആൾക്കാർ, അമ്മ അങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത് കേട്ടോ. രാവിലെ മുതൽ ആൾക്കാർ എന്താ പറയുക, പുലർച്ചയ്ക്ക് പുലിനെ കണ്ടു, വരയാൻ പുലിനെ കണ്ടു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ്. അമ്മ ഈ വസ്തു അമ്മ ഇപ്പൊ ഏതോ ഒരു പുലി ഇന്നാള് ഇതിൽ കാണിക്കുന്നുണ്ടോ ന്യൂസിൽ, പുലിയാണോന്നറിയില്ല പൂച്ചയാണോന്നറിയില്ല, അങ്ങനെയൊക്കെ ആൾക്കാർ ചിന്ത. അല്ല, ഈ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ അമ്മക്ക് ഈ പുലർച്ചക്കൊക്കെ അടിച്ച് പുറത്തു പോയി നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് അപ്പുറത്തെ വീട്ടിലൊരു തോക്കൊക്കെ ഇട്ടൊരു ശ്രദ്ധിച്ചോ അമ്മ. ഭംഗിയുള്ളത് കൊണ്ട്. പുലിക്ക് എന്താ ഭംഗിയില്ലേ? അത് നാഷണൽ ആനിമൽ അല്ലേ? പറയാൻ പറ്റില്ല. ഏത് പറയാൻ? അതെ, ഇന്ന് ഞാനൊരു ചിക്കൻ റെസിപ്പിയാണ് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാരും കഴുകി വൃത്തിയാക്കും. പിന്നെ സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ചതച്ച് വെച്ചത്, മല്ലിയില, പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചത്, കുരുമുളക് പൊടി, കറിവേപ്പില. ഞാൻ പിന്നെ മുളക് പൊടി, ഞാനൊന്നും ചെയ്തിട്ടില്ല. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് നോക്കി നമ്മുടെ ഒരു ഇത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ആ ഉള്ളിയുടെ തൊലിച്ച് തന്നില്ലേ അമ്മ? പാവി, നിന്നൊക്കെ ഞാനുണ്ടല്ലോ. അല്ല, ഓരോന്നും ഞാൻ എടുത്തുകൊണ്ടു തന്നില്ല അമ്മ. അതാ സഹായിച്ചല്ലോ അമ്മേനെ. പിന്നെ അമ്മക്ക് ഞാൻ അരിയുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അമ്മ എന്നെ അരിഞ്ഞത്. അതെന്താ അമ്മ പറയാ? പിന്നെ ഓരോ ഉള്ളി എടുത്തിട്ട് ഓരോ രീതിയിലല്ലേ അരിയാൻ പറ്റും. അത് അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. ഇതെന്താ മുത്തുമാല എന്നല്ലല്ലോ ഒരുപോലെ അങ്ങോട്ട് അരിഞ്ഞു വെക്കാൻ. എണ്ണയിലിടുമ്പോ അതല്ലല്ലോ അങ്ങനെ ഒരേപോലെ അരിയാന്നാ ചോദിച്ച്. അതിന് ഈ സവോള എന്ന് പറയണ്ട, ഞാൻ പറഞ്ഞില്ല, സവോള ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ മതി. ഈ അരിഞ്ഞു വെച്ചാൽ നമുക്ക് വേറെ സവോള കൊണ്ടുവന്ന് ഇടാൻ പറ്റുമോ? ഈ സവോളക്ക് അങ്ങനെ ഇൻഷുറൻസ് വേണ്ട. ആണാ? എന്നിട്ട് ഇവിടെ എന്തിനാ മേടിച്ചു വെക്കണത്? നല്ലത് ഇവിടെ ഉണ്ടല്ലോ. അതിന് അമ്മ മേടിക്കാനൊന്നും പോകണ്ട. എന്തെങ്കിലും അവർ വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. ഗിഫ്റ്റ് ആയിട്ട് ഒരു ചൂരിലും കൊണ്ട് വരാൻ പറഞ്ഞാൽ മതി. ഉണ്ടല്ലോ. അപ്പൊ അല്ല, പുതിയത് വേണമെങ്കിലേ ആ പഴയ ചൂരലിന് അത്ര പവർ പോരേന്ന്. അല്ല, ഇനിയിപ്പോ അമ്മ അതിന്റെ പവർ നോക്കാൻ വേണ്ടി അത് പരീക്ഷ നോക്കൊന്നും വേണ്ട. അതവിടെ ഇരിക്കട്ടെ കേട്ടാ. ആർക്ക് വയ്യ? അമ്മ വയ്യാന്നുള്ള പേര് ഇവിടെ പറഞ്ഞു പോരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അങ്ങനെ പേടിപ്പിക്കരുത് മനുഷ്യനെ, വയ്യാന്ന് പറഞ്ഞിട്ട് കേട്ടോ. നമ്മുടെ ഈ നൈറ്റ് ഇടുമ്പോ എല്ലാരും പറയുന്നുണ്ട് വരയം പുലി ഇറങ്ങിയെന്ന്. നമ്മുടെ ഈ കുടുംബത്തിൽ പറയുന്നുണ്ട്. വേണമെങ്കിൽ നോക്കിക്കോ, ഈ വീഡിയോ ഇടുമ്പോ നോക്കിക്കോ, എല്ലാരും അതിൽ എഴുതിണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ അതിൽ എഴുതിണ്ടാവും, കണ്ടല്ലോ വരയമ്പുലി കുട്ടീനെ എന്നൊക്കെ പറയും, വരയമ്പുലി ചേച്ചി എന്നൊക്കെ പറയും. ഞാൻ എപ്പോഴോ അത് നോക്കുമ്പോ ഒന്ന് കണ്ട പോലെ എനിക്കൊരു ഓർമ്മ കേട്ടോ. അമ്മ അതൊരു നാഷണൽ അനിമലാണ്. എന്തുകൊണ്ടാണ് അമ്മേനെ സ്വീകരിക്കാത്തത്? അമ്മേനെ പോലെ രണ്ടു നേരം കുടിക്കില്ല എന്നുള്ളൂ. ഏത് എന്തമ്മ? എന്ത് അമ്മ? എന്റെ ചെവിയിൽ എന്തോ വന്ന് കുത്തിയ പോലെ. എന്ത്? അങ്ങനെ ഒന്നും പറയരുത് കേട്ടമ്മ. അസത്യങ്ങൾ ഇങ്ങനെ പറയരുത് കേട്ടമ്മ. നമ്മൾ സത്യം മാത്രം പറയാം. എപ്പോ അമ്മ പാവം? അപ്പൊ ഉപദ്രവിക്കാണ്ടിരിക്കുന്നവരെല്ലാം പാവങ്ങളാ? അമ്മ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ ചെറുപ്പത്തില്. ഞാനെന്തമ്മ ആർക്കും ഉപദ്രവിക്കാൻ? മറ്റേ ചണ്ടയോ ആർക്കും അടിച്ചിട്ട് പോവാ? അപ്പൊ എന്നെ എന്ത് ചെയ്യുന്നാലും ഒരു പാവല്ല അല്ലേ? അപ്പൊ അമ്മ പറയണത് എന്നെ എന്ത് ചെയ്താലും അത് പാവയല്ല. അതെന്തമ്മ അങ്ങനെ ഒരു തീരുമാനം? ശരിയല്ലല്ലോ അമ്മ. നിന്നെ എന്ത് ചെയ്താലും
പാവന്നല്ല നിന്റെ കുറുമ്പിൽ പിന്നെ നിന്നെ അങ്ങനെയല്ലേ ചെയ്യാ. അത് ചെറുപ്പത്തിലല്ലമ്മ കുറുമ്പ്, ഇപ്പൊ അവിടെ തന്നെ എനിക്ക് കുറുമ്പുള്ളത്. ഇപ്പോഴത്തെല്ലാം ഞാൻ പറഞ്ഞു ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു. ഇപ്പൊ എന്തെങ്കിലും കുറുമ്പ് ഞാൻ കാണിക്കാറുണ്ടോ? ഈ അടുത്ത് എന്തെങ്കിലും കുറുമ്പ് അമ്മ കണ്ടിട്ടുണ്ടോ? അപ്പൊ അവര് കാണുന്നുണ്ടല്ലോ. അല്ല ഇതിലിപ്പോ കുറുമ്പൊന്നും അല്ലല്ലോ, ഇത് കുറുമ്പല്ലല്ലോ. അല്ല എന്തെങ്കിലും ഇന്നലെ മിഞ്ഞാന്നോ കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പത്തെ ആഴ്ച കഴിഞ്ഞ മാസമോ 2 മാസം മുമ്പ് എന്തെങ്കിലും കുറുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്? പറയാമ്മ, സത്യസന്ധമായിട്ട് പറയും. എന്തിനമ്മ അങ്ങനെ പാവം ഒരു കുട്ടീനെ? അല്ല എന്തെങ്കിലും ഒരു കുറുമ്പ് അമ്മക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അമ്മ എന്ന് പറയും. ചിലപ്പോൾ ഉറങ്ങുമ്പോൾ ഞാൻ ചോദിക്കും എണിപ്പിച്ചിട്ട് എന്താ അമ്മ ഉറങ്ങുന്നത് ചോദിച്ചു. എന്തിനാ പറഞ്ഞ വയ്യാണ്ടാണോ ഉറക്കം വന്നിട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതൊരു കുറുമ്പ. ഇപ്പം അമ്മ കടന്നുറങ്ങുകയാണ്, നമുക്ക് ആകെ പറയാനുള്ള കംപ്ലൈൻറ്റ് ഇതാണല്ലോ. അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ കുറേ നേരം ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഞാൻ അമ്മ എന്താ അമ്മ ഇങ്ങനെ എണിപ്പിക്കും. അപ്പോൾ എന്താ ചോദിക്കും അമ്മ ദേഷ്യത്തിൽ. അപ്പോൾ ഞാൻ പറയും അമ്മ ഉറക്കം വന്നിട്ട് ഉറങ്ങുകയാണോ ക്ഷീണം കൊണ്ട് ഉറങ്ങുകയാണോ ചോദിക്കും. അതൊരു കുറുമ്പാണോ? അത് തെറ്റാണോ? അല്ലമ്മ ഞാൻ ഇന്നൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ എന്നാ അത് ഇന്നലെ ആയിരുന്നോ മിനിഞ്ഞാന്നായിരുന്നോ? മിനിഞ്ഞാന്ന് അമ്മയ്ക്ക് ലോ പ്രഷർ. അമ്മ ഉറങ്ങി, അത് ഉറക്കം വന്നിട്ട് സുഖനിദ്ര ഒന്നും ആയിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വല്ലതാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, വെറുതെ വന്നിട്ട് ഉറങ്ങുമ്പോൾ ഒന്ന് എണിപ്പിച്ച് ചോദിക്കും അമ്മ ഉറങ്ങുകയാണല്ലോ. അപ്പൊ പറയണ്ട അമ്മ നല്ല ഉറക്കത്തിലൊന്നല്ല, ഉറക്കത്തിലേക്ക് വൈകിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ വിളിച്ചാൽ നല്ല രസമായിരിക്കും. ഇതൊക്കെ എങ്ങനെ അമ്മ കേൾക്കണം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ? ഉറക്കത്തില് മുഴുവൻ ഉറങ്ങിണ്ടാവില്ല. അപ്പൊ അമ്മ ഉറക്കം പോലെ അഭിനയിക്കുകയാണ്, ഉറങ്ങിയിട്ടില്ല അമ്മ. അപ്പൊ അമ്മയാണ് കള്ളത്തരം കാണിക്കുന്നത്. അപ്പൊ അമ്മ കുറുമ്പല്ലേ കാണിക്കുന്നത്, ഉറങ്ങിയ പോലെ അഭിനയിക്കുന്നത്? അതെന്താ എന്നെ കാണുമ്പോൾ മാത്രം നമുക്ക് ഉറക്കം വരുന്നത്? ഇന്നലെ ഇടയ്ക്ക് അച്ഛനടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഉറങ്ങിയിട്ടുണ്ടല്ലോ അമ്മ. മോനേട്ടാ ഞാൻ ഇത്തിരി നേരം ഉറങ്ങാണ് കേട്ടോ, ചെക്കനടുത്ത് മിണ്ടാണ്ട് ഒന്ന് എണിപ്പിക്കാൻ വന്ന് അടി കിട്ടുമെന്ന് പറയട്ടോ, ഞാൻ ചീത്ത പറയുമെന്ന് പറയട്ടോ, എന്നിട്ട് ഭീഷണിപ്പെടുത്തിട്ട് എന്തിനാ ഉറങ്ങണം അമ്മ? അതിന് തന്നെ അമ്മേനെ എണിപ്പിക്കണേ ഞാൻ. അത് ശരിയല്ലല്ലോ, ഭീഷണിപ്പെടുത്തി ഞാൻ മടങ്ങില്ല അമ്മ. അപ്പോൾ എൻ്റെ അടുത്ത് പറയണം മോനെ ഞാൻ ഇത്തിരി നേരം ഉറങ്ങുകയാണ്, എന്നെ ബുദ്ധിമുട്ടിക്കരുത് പറയണം. കുറച്ച് നേരം അങ്ങനെ ഇതിന്റെ ഒരു വെള്ളം ഉണ്ടല്ലോ, ഈ ചിക്കനിലൊരു വെള്ളം ഉണ്ടാവും. ആ വെള്ളം അതിലേക്ക് ഇറങ്ങി ഒന്ന് ആ വെള്ളമൊക്കെ പുറത്ത് വരും. അത് നന്നായി വെള്ളം കുടിച്ച ചിക്കനായിരിക്കും. അങ്ങനെയല്ല, ഏത് ചിക്കനിലുണ്ടാവും. അപ്പൊ ആ വെള്ളമൊക്കെ ഒന്ന് പുറത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ചിക്കനിലുള്ളൊരു ചൊയ ഉണ്ടാവില്ലേ, അത് ഇട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ. അത് എനിക്ക് ഒരാൾ പറഞ്ഞു തന്നതാണ്, ഒരാളല്ല, ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണിയൊക്കെ വെക്കാൻ തന്നെ ഒരാളുണ്ടാവും, ബിരിയാണി സാർ. അങ്ങോട്ട് ഇത് പറഞ്ഞു തന്നത്. കാരണം ഞാൻ ചിക്കൻ വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെക്കാൻ പറ്റിയിട്ട് ഞാൻ ഇത് ഒന്ന് തിളപ്പിച്ചെങ്കിലും വെക്കും. അവിടെ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും, പിറ്റേ ദിവസം എടുത്തിട്ട് ശരിയാക്കും. പച്ചയ്ക്ക് ഇങ്ങനെ അപ്പം തന്നെ മുളക് അങ്ങനെ കൂടുതൽ വെക്കാറില്ല. ഇനി നമുക്ക് ഈ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. അത് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിൽ പിടിക്കണം. അതുവരെ നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതുവരെ ഇളക്കി കൊടുക്കണം. ഇളക്കി അതുവരെ അല്ല, ഒന്ന് ഇളക്കിയിട്ട് ഒരു ഇത്തിരി നേരം കൂടെ വിടുക. അപ്പൊ അതൊക്കെ അതിൽ പിടിക്കും. അതൊക്കെ അതിൽ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ടു. അത് 2 മിനിറ്റ് 5 മിനിറ്റ് ഒന്നും വേണം, ചിക്കനൊക്കെ വേണം. അപ്പൊ ഈ 2 മിനിറ്റ് വരെ അമ്മ നമ്മുടെ കഥ പറയില്ല? ഞാനോ? ഇപ്പൊ അമ്മയുടെ ഒരു ജാടയുണ്ട്, പറയണോ കഥയോ വേണോ? കഥ ഇല്ലാണ്ട് അമ്മയില്ല, അമ്മയില്ലാണ്ട് കഥയില്ല, കഥയില്ലാണ്ട് ഞാൻ വിടൂല്ല. ഞാൻ ഉണ്ടല്ലോ പറയാ 2 മിനിറ്റ് കഴിഞ്ഞ. അപ്പൊ ഞാൻ എന്ത് കഥയായിരുന്നു പറയണ അറിയോ? ദൈവം ഒരു ഭക്തന്റെയും ദൈവത്തിന്റെയും കൂടിയുള്ളൊരു എന്താ പറയാ സംഭാഷണം അല്ല, ഒരു ഒപ്പന്തം, എന്താ പറയാ, കമ്മിറ്റ്മെന്റ്, ദൈവമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്. അപ്പൊ എന്താ നടക്കണ പേർക്ക് അങ്ങനത്തെ അങ്ങനെ വേർക്കണ എനിക്കറിയില്ല. എന്തെങ്കിലും ഈ വയ്യായൊക്കെ വരില്ലേ, അതിന്റെ ശേഷം 2 ദിവസം കഴിഞ്ഞ ഭയങ്കര അറിയോ, ഷുഗറും പ്രഷറും ഇങ്ങനെ വേരിയേഷനിൽ നിൽക്കുകയാണ്. എന്തിനാ അങ്ങനെ കൂടുക അങ്ങനെയൊന്നും ചെയ്യരുതമ്മ. മരുന്നൊക്കെ മാറ്റിയിട്ടുണ്ട്, ഒന്നും ചെയ്യാനില്ല. അതൊക്കെ അത് കറക്റ്റായിട്ട് നിർത്തും. അങ്ങനെ കുറേ കുറ്റം ചെയ്യണ്ട കേട്ടാ.
അപ്പൊ ഇനി തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് പറയാം കേട്ടോ. നല്ല കഥയാവണം കേട്ടോ, അമ്മ ബോറടിക്കാൻ പാടില്ല കേട്ടോ. അയ്യടാ നിനക്ക് ബോറടിക്കണേ. അങ്ങനെയല്ല, ഞാനല്ല ഇവിടെ ആദ്യം കേൾക്കാൻ വന്നിട്ടല്ലേ അവര് കേൾക്കുള്ളൂ. അപ്പൊ എനിക്ക് തന്നെ ബോറടിച്ചാൽ പിന്നെ അവർക്ക് എത്രത്തോളം ബോറടിക്കും നമ്മൾ ആലോചിച്ച് നോക്ക്. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ബോറടിക്കാനുള്ള മിക്കവാറും അവർക്കും ബോറടിക്കില്ല. ഞാൻ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ സ്വാഭാവികമായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കത് ബോറടിക്കാണ്ടിരിക്കണം എന്നാണല്ലോ ഞാൻ പറയണത്. എന്തായാലും എൻ്റെ അമ്മ എൻ്റെ ചെവിയിൽ കേട്ടിട്ടില്ലേ അവര് കേൾക്കുള്ളൂ. അപ്പൊ അവര് കേൾക്കണതിന് മുമ്പ് ഞാൻ കേൾക്കണ്ടേ? ഞാൻ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നതാണെങ്കിലല്ലേ അവർക്കത് കേൾക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെയല്ലമ്മാ. അപ്പൊ അങ്ങനെ വലിയ ബോറടിക്കാത്തൊരു കഥ പറയൂ എന്നാണ് പറഞ്ഞത്. ദയവ് ചെയ്തിട്ട് രാജാവിനെ സന്യാസിനെ കൊണ്ടുവരണ്ട. ഒരു ദിവസം ഇങ്ങനെ ഒരു വ്യത്യാസം വരുത്തിട്ടോ. ഒരു നിബന്ധനയാണ്. എല്ലാ ദിവസവും രാജാവും മന്ത്രി പറഞ്ഞ മന്ത്രി ഇതൊക്കെ തന്നെ ഉണ്ടാവുക. 500 വർഷം പഴക്കമല്ലാത്ത കഥയില്ല. എന്ത് മന്ത്രവാദി? പുലി കണ്ടാ, പുലിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയെല്ലാം തന്നെ ഉണ്ടാവുക. ഇനി നമുക്ക് മുളക് പൊടി ആവശ്യത്തിന്. ഇത് എരിവ് അധികം ഇല്ലാത്ത മുളക് പൊടി ആയത് കാരണം ഞാൻ 2 സ്പൂൺ. പിന്നെ മല്ലിപ്പൊടി അത് ഒരു 1.5 സ്പൂൺ. അതിട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കണം. വേവാണ് വെള്ളം ഞാൻ എടുക്കണം. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് അത് മസാല പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതെനിക്കറിയാം. അതൊക്കറിയാം, അവിടെ നിന്ന് പഠിച്ചല്ലോ. അപ്പോൾ വെല്ലുവിളിച്ചാ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടമ്മ. വെല്ലൊന്നും പിടിക്കണ്ട. എൻ്റെ അടുക്കള ഞാൻ വിട്ടു തരില്ല. അതെന്തപ്പ അങ്ങനെ പറയണമ്മ? അതെന്താ, ഞാൻ അത്രത്തോളം മോശമാക്കിയോ? സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ വിട്ടു. വെറുതെ അല്ല, എന്തെങ്കിലും വരുന്ന ആൾക്കാർ അമ്മ ഉണ്ടാക്കി തന്നാൽ മതി പറയണത്. വിട്ടുകൊടുക്കാത്തതുകൊണ്ട് തന്നെ. ആ അങ്ങനെ അവളുടെ കുറേ പാത്രങ്ങൾ കൂട്ടിയത് അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം. വേവാനുള്ള വെള്ളം ഇത് മതി. ഇനിയിപ്പോ ഇതിന്റെ ഇടയ്ക്ക് കഥയും കൂടി പറയുമോ അമ്മ? ഇത് വേവണ്ടേ? ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ പറയായിരുന്നല്ലോ. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ല, അത് വേവുമ്പോഴേക്ക് ഞാൻ വെറുതെ നിൽക്കണ്ടേ? അപ്പൊ പറഞ്ഞാ പോരെ. ഓ, അത്ര വലിയ കഥയൊന്നുമല്ലല്ലോ, ചെറുതാണ്. ആണോ? കഥയൊക്കെ നേരത്തെ തന്നെ ആലോചിച്ച് വെച്ചിട്ടുണ്ടോ? അല്ല, വെരി ഗുഡ്. വെരി ആലോചിക്കണല്ലോ. ഓരോ ദിവസം കഥ പറയുമ്പോൾ ആലോചിക്കണല്ലോ. അപ്പൊക്കപ്പൊ ചിന്തിക്കുക അമ്മാരെ കമ്പ്യൂട്ടറോ. അപ്പൊ ഒരമ്പലം, അമ്പലത്തിൽ പൂജാരിനെ സഹായിക്കാനൊക്കെ നിൽക്കുന്ന ഒരാളില്ലേ, കഴകക്കാരൻ, അങ്ങനെ എന്താ പറയും? പൂജാരിനെ സഹായിക്കാൻ കഴുകനോ? കഴകക്കാരെന്നൊക്കെ പറയും, എനിക്കറിയാം. എന്തോ ആയിക്കോട്ടെ, സഹായി. അപ്പൊ ഈ സഹായി ഇതൊക്കെ ഈ പൂജയാക്കണതൊക്കെ കാണുമല്ലോ. കാണുമ്പോ ആൾക്ക് എപ്പോഴും മനസ്സിലൊരു ചിന്ത, ഭഗവാൻ എത്ര നേരാണ് ഇങ്ങനെ ഇരിക്കണില്ല, കിടക്കണില്ല, പരിശുദ്ധൻ, ഒരു നിഷ്കളങ്കനായ ആള്. എന്നെ പോലെ ഏതോ ഒരുത്തൻ നിഷ്കളങ്കൻ. എന്തപ്പ പറഞ്ഞ വെറുതെ പറഞ്ഞോ? ഒരു ഉദാഹരണം പറയുമ്പോ അതൊക്കെ പറഞ്ഞോ? അല്ല, ഈ കൊരങ്ങനെയും പിശാസിനെയൊക്കെ പറയുമ്പോ അപ്പൊ കളങ്കപ്പെട്ടവൻ. ഞാൻ അതിന്റെ അപ്പുറം പറഞ്ഞിട്ടുണ്ട് ദൈവത്തിനെ കണ്ടിട്ട്. അത് ഞാനും ദൈവം തമ്മിലുള്ളതാ. നിഷ്കളങ്കനായ ഒരാള് ആളിങ്ങനെ ചിന്തിക്കും എല്ലാ ദിവസവും, ദൈവമേ എത്ര നേരം ഈ ഒരു ചെറിയ മുറി, അതായത് അറിയില്ലേ, ഗർഭപൊടി ചെറുതല്ലേ, അതിലിങ്ങനെ ഒരു കാറ്റും വെളിച്ചം ഒന്നുമില്ല, ഇങ്ങനെ നിൽക്കുക. ആള് ദൈവമാണ്, എങ്ങനെ എവിടെ അങ്ങനെയുള്ള വിചാരമാണ് മനസ്സിലില്ലേ? ഒരു നിഷ്കളങ്കതയോടെ ആള് ഇങ്ങനെ എന്നെ പോലെ നിഷ്കളങ്കൻ, പൂർവ്വ നിഷ്കളങ്കൻ, ആള് നിന്നിട്ട് എന്നും തന്നെ ചിന്ത, സമ്പൂർണ്ണ നിഷ്കളങ്കൻ. ദൈവത്തിന് തോന്നി ഈ ആളെ ഒന്ന് നമുക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞ് ഒരു ദിവസം അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആര്? ഭഗവാൻ. ഏത് ഭഗവാൻ? കുറെ ഭഗവാൻ ഉണ്ടല്ലോ. ഏത് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു? നിക്കണ ദൈവം ആരാണ്? ആരെങ്കിലും ആയിക്കോട്ടെ, കുറെ ദൈവം നിൽക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോ എന്താ ഭക്ത, നീ എന്നെ കുറിച്ച് ഒരുപാട് സങ്കടത്തില് ചിന്തിക്കണ്ടല്ലോ എല്ലാ ദിവസവും. അപ്പൊ ആരാണ്? ഞാൻ ഭഗവാനാണ്. ആണോ ഭഗവാനെ, ഞാൻ എന്തായാലും ചിന്തിക്കുന്നത്, ഭഗവാൻ എൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എനിക്കൊരു സങ്കടം, എന്നും ഇങ്ങനെ നിൽക്കല്ലേ,
എത്ര നേരം ഇങ്ങനെ നിൽക്കണം ആ ചെറിയ മുറിയിൽ, കാറ്റും വെളിച്ചം ഒന്നുമില്ല. അതാണ് അത് എൻ്റെ കർമ്മമാണ്, ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. അതിലെന്താ എന്തോ എനിക്ക് ഭയങ്കര സങ്കടം പറയും. അവ പറയുന്ന ഒരു കാര്യം ചെയ്യും, ഞാൻ നിൽക്കുന്ന സ്ഥാനല്ലേ ആ ഗർഭകുടിയിൽ, നീ ഒരു ദിവസം മുഴുവൻ നിൽക്കുക, നട അടയ്ക്കുന്ന വരെ നീ അവിടെ നിൽക്കുക. അപ്പോൾ അവിടെ നീ നിൽക്കുമ്പോൾ എന്നെ പോലെ കല്ലായി ഒന്നും മിണ്ടരുത്, ഒരു ഉണർവും ഉണ്ടാവാൻ പാടില്ല, ആരെന്തെന്നെ ചെയ്താലും നീ സംസാരിക്കാനും പാടില്ല, എന്നെ പോലെ തന്നെ നിൽക്കണം. ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അതുപോലെ നിൽക്കണം, നിശബ്ദനായിട്ട്, ഒരു ഉണർവും ഇല്ല, ഒരു കല്ലിൻ്റെ പ്രതിമ അതുപോലെ നീ നിൽക്കണം എന്ന് പറയും. മിണ്ടാനേ പാടില്ല കേട്ടോ എന്നൊക്കെ പറയും. ഓ ശരി, ഞാൻ അങ്ങനെ, അപ്പം നിനക്ക് അതിൻ്റെ അനുഭവമൊക്കെ മനസ്സിലാവുന്നു. അപ്പം അങ്ങനെ നിന്നു. ഇയാൾ ഈ ആളാണ് നിന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ആൾ വരും. ആൾ വന്നിട്ട് അങ്ങേർക്ക് ഈ ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങളോടെ നല്ല രീതിയിലല്ല അങ്ങനെ സംഭവിച്ച കുറേ പണം, അതിൽ കുറച്ച് പണം കൊണ്ടുവന്നിട്ട് ഈ ഭഗവാനെ സമർപ്പിക്കും. പെട്ടി ഒരു പണത്തിൻ്റെ സെഞ്ചി കൊണ്ടുവന്ന് അതിന് കുറച്ച് പൈസ എടുത്തിട്ട് കാണിക്കായി ഇട്ടിട്ട്, ഭഗവാനെ ഇനി എനിക്ക് ഇതുപോലെ ഒരുപാട് സമ്പാദ്യം കിട്ടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരാക്രാന്തി പൈസക്കാരൻ. നല്ല രീതിയിൽ സമ്പാദിച്ചതൊന്നല്ല. അങ്ങനെ അതൊന്നും നമ്മൾ അറിയണ്ട, ഒരു പൈസ ഉള്ളവൻ വന്നിട്ടു, അത്ര അങ്ങനെയാണ്. നീ പടാ അത് കഥയിലുള്ളത് അങ്ങനെയാണ്. ശരി, നല്ല രീതിയിൽ സമ്പാദിക്കാത്തൊരു പണക്കാരൻ. നല്ല രീതിയിലുള്ള ന്യായമായ രീതിയിലല്ലാന്ന്, അതായത് ആരുടെയും കട്ടുപിടിച്ചതല്ല, ന്യായമായ രീതി അല്ലാത്ത ഒരു രീതി. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ആള് അത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് അയാൾ ആ കാണിക്ക ഇട്ടിട്ട് തൊഴുതിട്ട് പോകുന്ന സമയത്ത് ഈ പണസെഞ്ചി മറന്നുപോയി. പണം ഉള്ളത് ഇത് മറന്നുപോയി. മറന്നിട്ട് അയാൾ പോയി. അവിടെ തന്നെ വേറൊരാൾ വരും എല്ലാ ദിവസവും, ഒരു ദരിദ്രനാണ്, ഒന്നുമില്ല. അപ്പോൾ കിട്ടുന്നതിൽ എന്തോ ഒരു ചെറിയ നാണയം വന്നില്ലെങ്കിൽ ഒരു 25 പൈസ 50 പൈസ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ദൈവത്തിന് എടുത്തിട്ട്, ദൈവമേ എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ തീർത്ത് തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. അങ്ങനെ ഒരാൾ അവിടെ വരും. അപ്പം അന്ന് എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഈ മറന്നുപോയില്ലേ, അതിൻ്റെ ശേഷമാണ് ഈ ദരിദ്രൻ അവിടെ വന്നത്. വന്നിട്ട് ഈ എന്തോ ഒരു ചെറിയ കാണിക്ക എന്തോ ഇട്ടു അവിടെ. അത് ഇട്ടിട്ട്, ദൈവമേ എൻ്റെ കഷ്ടപ്പാട് എന്നാണ് ഭഗവാനെ നീ തീർക്കുക, ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണെന്ന് എന്നും പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാനായിട്ട് ഇറങ്ങിക്കൊണ്ട് പണസഞ്ചിയോടിരിക്കുന്നു. നല്ല അമ്പലം. അത് കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നി അറിയോ, ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് തന്നതാണ്. അത് വേറൊരു നിഷ്കളങ്കൻ. അങ്ങനെ തോന്നി, അല്ലാണ്ട് വേറൊരാളുടെ ആണെന്ന് അല്ല അയാൾക്ക് തോന്നിയില്ല. ഭയങ്കര നിഷ്കളങ്കൻ. കണ്ടോ, ബാഗിൽ കൊണ്ടുവന്നിട്ടാണ്. ഭയങ്കര നിഷ്കളങ്കൻ, നല്ല നിഷ്കളങ്കൻ. ഇത് നിഷ്കളങ്കന്മാരുടെ തല്ലാണല്ലോ മയില്. ഇരിക്കട്ടെ, പറയ്. പോയി. പോവും നിഷ്കളങ്കനല്ലേ. അപ്പൊ പോയി. അത് കഴിഞ്ഞിട്ട് വേറൊരാൾ വന്നു. അതാരറിയോ, കച്ചവടക്കാരൻ, വ്യാപാരി. അത് മൂന്നാമത്തെ നിഷ്കളങ്കൻ. കപ്പലിലൊക്കെ കച്ചവടം ചെയ്യാൻ പോണെ ഒരു വ്യാപാരി. ആ വ്യാപാരി അവിടെ വന്നിട്ട്, ഭഗവാനെ എന്റെ വ്യാപാരം എന്നത്തെ പോലെ നന്നായി നടക്കണേ, എനിക്കിതിൽ എല്ലാ ലാഭം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അപ്പൊ അയാളടുത്ത് കുറച്ച് പൈസ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്തുണ്ട് ഈ ആദ്യം വന്നില്ലേ, ഈ അതന്നെ പൈസ മറന്നുപോയ മണ്ടൻ മറന്നുപോയില്ല. അങ്ങോട്ട് വന്നിട്ട് എന്റെ പൈസ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് തിരയുകയാണ്. തിരയുമ്പോ അവിടെ ഒന്നും കാണില്ല. ആരെങ്കിലും കണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ ആരും കണ്ടിട്ടില്ല. അപ്പൊ ഇയാളുണ്ട് അതേപോലത്തെ ഏതാണ്ടൊരു ഫാമിലിയുള്ളൊരു സെഞ്ചിയാണ് ഇയാളുടെ അടുത്തുള്ളത്, ബാഗ്. അപ്പൊ അത് കണ്ടപ്പോ ഇയാൾ ഇത് എന്റെ പൈസയാണ്, ഇയാൾ എന്റെ പൈസ കട്ടു എന്ന് പറഞ്ഞ് അത് കേസൊക്കെ ആയി. ആ സമയത്ത് അയാൾ ഇല്ലാന്ന് പറഞ്ഞാലും ആൾക്കാർ സമ്മതിക്കില്ല. ആയിരിക്കും ഇയാൾ കുറച്ച് മുമ്പ് വന്നിട്ട് കെട്ട് പൈസ കയ്യിലിടുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ എല്ലാവരും അയാളെ പിടിച്ചോണ്ട് പോയി പോലീസ്. അങ്ങനെ പിടിച്ചോണ്ട് പോയപ്പോ അയാളൊരു തെറ്റും ചെയ്തിട്ടില്ല. അത് കണ്ടപ്പോ ഈ ദൈവത്തിനെ പോലെ അവിടെ പ്രതിമയായി നിൽക്കണ ഈ അമ്പലത്തിനെ സഹായിക്കുന്ന ആളാണല്ലോ ഇപ്പൊ അവിടെ അമ്പലത്തിൽ നിൽക്കുന്നത്, ദൈവത്തിന്റെ സ്ഥലത്ത്. അന്നൊരു വേഗം, ഇത് എന്തൊരു അന്യായമാണിത്, ഇത് പരസ്പരം വെറുതെയാണ് ഓരോരുത്തരുടെ കുറ്റം കണ്ട് അയാളിനെ വെറുതെ പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം പറയും, അതെ ആ പൈസ അയാൾ എടുത്തതല്ല, അത് അയാളുടെ പൈസയാണ്, ഇത് ഇങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള കാര്യമൊക്കെ പറയും. അതായത് ഇയാൾ വന്നു, പൈസ അവിടെ മറന്നു, ആ ദരിദ്രം വന്നു, അയാൾ എടുത്തുകൊണ്ട് പോയി. അപ്പൊ അങ്ങനെ ആ കേസൊക്കെ അങ്ങനെയായി. എല്ലാവരും കുറ്റക്കാരെല്ലാന്നായല്ലോ. ഇതെന്താ വേണം പറഞ്ഞിട്ട് ആരും ചെയ്ത് തെറ്റുകളല്ലാത്തതുകൊണ്ട് എല്ലാവരും അവരവരുടെ കാര്യത്തിൽ തീർപ്പ് കിട്ടി. അവരെല്ലാവരും പറയും. അങ്ങനെ നടയൊക്കെ അടച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഇയാളും മാത്രമായി. അപ്പോൾ പറഞ്ഞു, എന്ത് കാര്യമാണ് നീ ചെയ്തത് ശരിയായില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നത് ദൈവം
സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ അത് പറ്റില്ല. അതാണ് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായി. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു അവിടെ തെറ്റാണ് നടക്കുന്നത്. ആ തെറ്റിനെ ഞാൻ ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർക്ക് എല്ലാവർക്കും അവരുടേതായ ന്യായമല്ലേ ഞാൻ കൊടുപ്പിച്ചത് എന്ന് പറയും. അപ്പോൾ ദൈവം പറയും അതിലേ ഒരു കർമ്മം ഉണ്ടായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ ഈ പൈസ കൊണ്ടുവന്ന് ആദ്യം വെച്ച ആൾ നാനാ രീതിയിൽ നല്ല രീതിയിലൊന്നുമല്ല, ഒരുപാട് വേണ്ടാധീനങ്ങളൊക്കെ ചെയ്തുണ്ടാക്കിയ പൈസയാണ്. അതെന്തായാലും പോണം. അതെന്തായാലും അയാൾക്ക് അങ്ങനെ ഉണ്ടാക്കിയ പൈസ നിലക്കില്ല. അപ്പൊ ഒന്നും അറിയാത്തൊരു നിഷ്കളങ്കനായ ഒരു പാവപ്പെട്ട ഒരാള് എന്നെ ഒന്ന് ദിവസം എന്നെ സഹായിക്കണം, എന്റെ കഷ്ടപ്പാട് മാറ്റണം എന്ന് പറയണം. അപ്പൊ അങ്ങോട്ട് ഞാനൊരു സഹായം ചെയ്യണം. അപ്പൊ ഈ ആവശ്യമില്ലാതെ പോകേണ്ട പൈസ ഇയാൾക്ക് കിട്ടി, അയാൾ എങ്ങനെയെങ്കിലും നേരാവും. അപ്പൊ അയാളെ വിചാരിച്ചു ദൈവം തന്ന പൈസയാണ്, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ഒരു തെറ്റുമില്ല, അങ്ങനെ ആയിട്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമായിരുന്നു. മറ്റത് അയാൾ ഇഷ്ടംപോലെ സമ്പാദിച്ചിട്ടുണ്ട്, അതിലും ഏതോ ഒരു പങ്ക് ഈ പാവപ്പെട്ടവൻ കൊണ്ടുപോകണം. അയാൾക്ക് അതുകൊണ്ട് അത് പോകേണ്ട പൈസയാണ്, പോട്ടെ. അപ്പോൾ അത് ഈ നല്ല കാര്യത്തിന് ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അത് ചെയ്തു. അതും നീ തുടങ്ങി. പിന്നെ ആ വ്യാപാരി എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യാപാരിക്ക് അത് വ്യാപാരി എന്തിനു കള്ളനായി? വ്യാപാരി കള്ളനായത് എന്തിനാന്ന് പറഞ്ഞാൽ വെറുതെ അയാളുടെ അടുത്തുള്ള പൈസ തന്നെയാണ്, അത് ഇയാളുടെ പൈസ അല്ലല്ലോ. അതല്ല, അത് അവനെ കള്ളനാക്കിയ തെറ്റല്ലേ? എന്തിനാണെന്നറിയോ? കപ്പലിൽ അന്ന് അയാൾക്ക് ഒരു അപകടം സംഭവിക്കും, ആ കപ്പലിൽ. അപ്പൊ അയാൾ മരിക്കും. എന്താ കപ്പൽ മുങ്ങുവോ? അങ്ങനെ എന്തോ ഒരു അപകടം, അത് മുങ്ങുകയാണോ എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു അപകടം എന്നാണ് ഉള്ളത്. അപ്പൊ അവിടെ ഒരു അപകടം സംഭവിച്ചിട്ട് അയാൾ അന്ന് മരിക്കും. അപ്പൊ ആ അപകടത്തിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു ദിവസം പോയി സ്റ്റേഷനിൽ നിന്ന് അത് നിജസ്ഥിതി അറിയുന്ന സമയത്ത് അത് പുറത്തു വരാം. അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാലും അയാൾക്ക് ജീവഭയം ഇല്ലല്ലോ. പൈസ അങ്ങനെ അതൊക്കെ തെളിയും, എങ്ങനെയെങ്കിലും സത്യസന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ അതൊക്കെ തെളിയല്ലേ എങ്ങനെയെങ്കിലും. കഷ്ടകാലമുള്ളൂ. പക്ഷെ ജീവഹാനി ഇല്ലല്ലോ അയാൾക്ക്. ഈ കപ്പലിന് പോയ അയാൾക്ക് എന്താ ഉണ്ടാവുക? അയാളുടെ ജീവൻ തന്നെ പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതാണ് എൻ്റെ ഞാൻ കർമ്മത്തിന് കൊടുക്കുന്ന ഫലങ്ങൾ അതൊക്കെയാണ്. അപ്പൊ നിനക്കത് മനസ്സിലായില്ല. അതാണ് ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലർ പറയില്ലേ, ദൈവമേ ഞാൻ ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടും എനിക്കൊന്നും ചെയ്തില്ലേ, ഞാൻ ഇത് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ കിട്ടിയില്ല. ഇപ്പൊ തന്നെ ഐരന്റെ ഉണ്ടല്ലോ. ഇപ്പൊ അതിലിപ്പോ ഒരു സമ്പന്നൻ അവിടെ വന്നിട്ട് അവന്റെ സമ്പാദ്യത്തിന്റെ ഒരു കാൽഭാഗം കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് അവന്റെ സഞ്ചി അങ്ങോട്ട് പോയി. അവൻ എന്ത് പറയും? നിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ പൈസ ഇട്ടിട്ട് എന്റെ പൈസ പോയി നീ കല്ലാണ് പറയും. ആ ദരിദ്രൻ അവൻ ആ പൈസ അവിടെ ഇട്ട് ഒരു രൂപ കോയിനിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു സഞ്ചി നിറച്ച് കാശ് കിട്ടിയപ്പോൾ അവൻ പറയും, ഭഗവാനെ നീ എത്ര ദയാളുവാണ്, എത്ര വലിയ മനസ്സിന്റെ ഉടമയാണ്. ഒരു ദരിദ്രനായ ഞാൻ ഒരു രൂപ തുട്ടിടുമ്പോൾ എനിക്ക് ഒരു സഞ്ചി നിറച്ച് കാശ് വന്നു എന്ന് ദൈവത്തിന് പൂർത്തി പറയും. അതന്നെ ഒരു തെറ്റും ചെയ്യാത്ത ആ ഒരു വ്യാപാരിയോ അയാളിനെ കള്ളനാക്കിയപ്പോൾ അയാളെന്ത് പറയും? ഞാൻ വ്യാപാരത്തിന് പോണേക്കാളും മുമ്പ് നിന്റെ അടുത്ത് വന്ന് തൊടുകാൻ വേണ്ടി വന്നു, നീ എന്നെ കള്ളനാക്കി പറയും. പക്ഷെ അന്ന് അവിടെ മരണപ്പെടും പോയാന്നുള്ളത് വ്യാപാരി അറിയില്ല. അപ്പൊ ദൈവം എന്താന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രം വെറുതെ നമുക്ക് നല്ലത് മാത്രം നടക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ നല്ലത് പറയും, ബാക്കി എല്ലാ സമയങ്ങളിലും ദൈവത്തിന് കുറ്റം പറയും. ദൈവം കല്ല് പോലെ നിൽക്കുന്നുണ്ടെങ്കിലും കർമ്മം ചെയ്തുകൊണ്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കഥയും കൊണ്ട് വരുന്ന അർത്ഥം അല്ലേ? ദൈവത്തിൻ്റെ കർമ്മം ദൈവമായിട്ട് വേഷമിട്ടവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കപട വേഷധാരികൾ വന്നിട്ട് ഞാൻ ദൈവമാണ്, എന്നെ പ്രാർത്ഥിച്ചോളൂ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ മൗനമായിട്ട് കല്ലുപോലെ നിന്ന ദൈവം ചെയ്യുന്ന ഒരു കാര്യങ്ങളും മനുഷ്യൻ്റെ വ്യാമോഹങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ മനുഷ്യരെ പറ്റിച്ച് കാശിൻ്റെ കാശ് ലഭിക്കുന്ന ഒരാളെ കൊണ്ട് സാധിക്കില്ല. ദൈവത്തിനൊരു നീതിയുണ്ട്, ഒരു കർമ്മമുണ്ട്. ചിലർക്ക് നഷ്ടപ്പെട്ടു പോകണം, ചിലർക്ക് കിട്ടണം എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ ഒരു വിധിയാണ്. കിട്ടേണ്ടവർക്ക് കിട്ടും, നഷ്ടപ്പെട്ടു പോകേണ്ടവർക്ക് നഷ്ടപ്പെട്ടു പോകും. അനീതിയിൽ ഉണ്ടാക്കിയ കാശ് ഒരിക്കലും നിലയ്ക്കുകയില്ല. അഥവാ കുറേ കാലം നിലച്ചാലും നിനക്ക് ഏറ്റവും ആവശ്യം വരുന്നൊരു കാലത്ത് നിനക്ക് ഉപകരിക്കുകയില്ല. അതന്നെ ഒരുപാട് ദരിദ്രനായാലും നിനക്ക് വേണ്ട സമയത്ത് വേണ്ട സാധനങ്ങൾ വേണ്ട സമയത്ത് കൃത്യമായി നിനക്ക് കിട്ടിയിരിക്കും. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ കർമ്മങ്ങൾ. അപ്പോൾ ഏറ്റുപറച്ചിലുകൾ കൊണ്ടും ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ സമയത്ത് ചെയ്യണം എന്നുള്ള കർമ്മം പരിപാലനം, അതാണ് ദൈവം എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം നിൽക്കുകയാണ്, ദൈവം കല്ലാണ്, ദൈവത്തിന് ഉണർവില്ല എന്നൊക്കെ നമുക്ക് വെറുതെ തോന്നുകയാണ്. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങൾക്ക് ആർക്ക് എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ കൊടുക്കേണ്ടവന് കൊടുത്തും മേടിക്കേണ്ടവന് കയ്യിൽ നിന്ന് മേടിച്ചും ഉള്ളവനെ ഇല്ലാണ്ടാക്കി ഇല്ലാത്തവന് ഉള്ളവനാക്കി മാറ്റുന്ന ഒരു കർമ്മം പരിപാലനം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? നല്ല കഥയമ്മ, നല്ല കഥയല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. ഈ കുരുമുളക് പൊടി കൂടി അമ്മ കഥ പറയുമ്പോ ഞാൻ അതിന്റെ ലാസ്റ്റ് ലൈൻ അർത്ഥം മനസ്സിലാക്കി പറയണ പറ്റി അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മ.
ബുദ്ധി ഉണ്ട്. അതെന്താ നമ്മുടെ കുടുംബക്കാരൊന്നും അതിനെപ്പറ്റി ഒന്നും പറയാത്തത്? ഒരു കഥ കേട്ടിട്ട് ആ കുട്ടി എത്ര നന്നായിട്ട് അതിനാ മനസ്സിലാക്കിയിട്ട് പറയണത്. അപ്പൊ എത്രത്തോളം ഈ കുട്ടി എത്രത്തോളം ഈ കുട്ടി ആ കഥ ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മ പറയണത് കളിയാക്ക മാത്രമല്ല, ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് എന്താണ് എടുക്കേണ്ടത് എടുക്കുന്നുണ്ട്. ശരിക്കും ഇഷ്ടമില്ലാത്തൊരു വേണമെങ്കിൽ കറിവേപ്പില ഇട്ടോളൂ. ഓ, അത് ഈ യൂട്യൂബ് തുടങ്ങിയ കാലം തൊട്ട് പറയാൻ തുടങ്ങിയതാ. അത് അവരങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ഇനി അമ്മ ഇട്ടെന്ന് പറഞ്ഞിട്ട് അവർ മല്ലിയില ഇടുവൊന്നുമില്ല. കുഴപ്പമുണ്ട്. അമ്മ എല്ലാം പറയാൻ പാടില്ല. അമ്മ ടീച്ചറോ ടീച്ചറായാണ് പറയാൻ പാടുള്ളൂ. ഇത് കണ്ടില്ല, മല്ലിയില ഇഷ്ടമില്ലാത്തവർ എത്ര ആൾക്കാരുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടാകുന്നില്ല നിന്റെ പൂർണ്ണമായി. അവൾക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ആങ്ങളുടെ ഭാര്യയാണ്. മല്ലിയില ഞങ്ങൾക്കറിയില്ല. അപ്പൊ ചില കറികളിൽ മല്ലിയില ഇടും. അമ്മായി ഇപ്പൊ കഴിക്കാൻ തുടങ്ങിയല്ലോ. ഇപ്പൊ മല്ലിയിലായിട്ട് ഒന്നും അവൾക്ക് പറ്റിയില്ല. പണ്ടവിടെ മല്ലിയിലിന്റെ മണം കേട്ടാ പറ്റില്ല. അപ്പൊ അപ്പൊ ഈ കറിയായി ഓഫ് ചെയ്യാണ് കേട്ടാ. അപ്പൊ ഇതേപോലെ ഒരു കഥയും കൊണ്ട് ഞാനും ഒരു ദിവസം വരും. അപ്പൊ അമ്മ ഈ വൈൻഡപ്പിന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് ഇതേപോലെ പറയണം കേട്ടോ അമ്മ. അവിടെയാണ് അമ്മക്കൊരു വെല്ലുവിളി. ഞാൻ എന്തെങ്കിലും ഒരു കഥ പറയും. അപ്പൊ അതിന്റെ വൈൻഡപ്പ് ഞാൻ അമ്മയ്ക്ക് വിട്ടു തരും. അമ്മ എന്ത് ചെയ്യുന്ന എനിക്കൊന്ന് കാണാം. പറയാൻ പറ്റും. അപ്പൊ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ചിക്കൻ കറി കണ്ട, നല്ല ചിക്കൻ കറി അല്ലേ? എനിക്ക് നല്ലതാണ്. അവർക്ക് ഇഷ്ടമായോന്ന് അവർ ഉണ്ടാക്കി നോക്കിയിട്ട് പറയൂ കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ ചിക്കൻ കറി അല്ലെങ്കിൽ ഈസി അല്ലേ? ഈ ചിക്കൻ കറിയുടെ ഒപ്പം വേർത്ത് കുളിച്ച് ഇങ്ങനെ നിൽക്കണ അമ്മ റൂം ആയിരുന്നു. ഇന്ന് ഭയങ്കര ചൂട്, അത് തന്നെയാണ്. അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. എന്താന്നറിയില്ല കണ്ടോ, നന്നായി വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ചിക്കൻ കറി കൂട്ടി ഇതിന്റെ കൂടെ ഞാൻ ക്യാബേജ് തോരൻ വെക്കുന്നുണ്ട്, പപ്പടവും കാച്ചു. നിങ്ങൾ വരുന്നോ? അപ്പൊ നല്ലൊരു ചിക്കൻ കറി കൂട്ടി ഊണ് കഴിക്കാം കേട്ടാ. അപ്പൊ ബൈ.